മറ്റൊന്നാണ് വെള്ളാർമല സ്കൂൾ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ആ വെള്ളാർമല സ്കൂൾ, അവിടുത്തെ അധ്യാപകരുടെ ഓർമ്മകളൊക്കെ നമ്മൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ആ ദുരന്ത സമയത്തും നമുക്കറിയാം SSLC പരീക്ഷകളിലടക്കം 100% വിജയമാണ് ആ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ നേടിയത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ജോഷിലയുണ്ട് വെള്ളാർമല സ്കൂളിലെ അധ്യാപകരോടൊപ്പം. ജോഷിലയിലേക്ക് ഒന്ന് പോവാം. ജോഷില, വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച ജനതയാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ് വെള്ളാർമല സ്കൂൾ. ആ സ്കൂളിനുണ്ടായ നഷ്ടം, അവിടുത്തെ അധ്യാപകരൊക്കെ പങ്കുവെച്ച ദുഃഖം, അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ മത്സര പരീക്ഷകളിലടക്കം വലിയ വിജയം ഈ ദുരന്തഘട്ടത്തിലും അവിടുത്തെ വിദ്യാർത്ഥികൾ നേടി എന്നുള്ളത് എടുത്തു പറയേണ്ടത് കൂടിയാണ്. ഇപ്പോൾ ജോഷില അധ്യാപകർക്കൊപ്പമാണുള്ളതല്ലേ? തീർച്ചയായും വർഷ, ഒരു വലിയ ദുരന്തത്തിന് ശേഷം ഒരു വർഷം തികയുകയാണ്. എല്ലാവരും അവരെ വിട്ടുപോയവരെ കുറിച്ചുള്ള ഓർമ്മകളിലാണ്. ഞാനിപ്പോൾ ഉള്ളത് വെള്ളാർമല സ്കൂളിലേക്കുള്ള KSRTC ബസ്സിലാണ്. KSRTC ബസ്സിന് ഇന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വെള്ളാർമല സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മേപ്പാടി സ്കൂളിനോട് അനുബന്ധിച്ചുള്ള കെട്ടിടത്തിലാണ്. എന്നാൽ ഇന്ന് സ്കൂളിന് അവധി ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അധ്യാപകരെല്ലാം അവരെ വിട്ടുപിരിഞ്ഞു പോയ ആ പൊന്നോമനകളെ ഓർക്കാനും അനുസ്മരിക്കാനും വേണ്ടി ഒരു സമയം കണ്ടെത്തിയിരിക്കുകയാണ്. അവർ വെള്ളാർമല സ്കൂളിലേക്ക് ആ ഒരു ഓർമ്മയുടെ കുട്ടികളുമായി ഒന്നിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കാൻ, അവർക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കാനായി രാവിലെ തന്നെ അവിടേക്ക് പോവുകയാണ്. ഓരോരുത്തരായി ഓരോ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറുകയാണ്. എന്തായാലും ഉണ്ണിമാഷ്, അന്ന് നമുക്കറിയാം, അന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടികളെ വിട്ടുപോയ ആ ഒരു സങ്കടം അന്ന് പോലും എത്രയോ മാസങ്ങളായി താങ്ങാനാവാതെ കഴിഞ്ഞ ഉണ്ണിമാഷെ ഞങ്ങൾക്കറിയാം. എന്നാൽ ഇന്ന് വെള്ളാർമല സ്കൂളിലെ അധ്യാപകരും ആ വിദ്യാർത്ഥികളും, അവശേഷിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാം തന്നെ ആ ഒരു ദുരന്തത്തെ അതിജീവിച്ചിരിക്കുകയാണ്. അവരെ മാനസികമായി പോലും ഒരു പരീക്ഷയുടെ വക്കോളം എത്തിക്കാൻ, പരീക്ഷ വിജയിച്ചുയരാൻ വേണ്ടി സഹായിച്ചവരാണ് ഈ വെള്ളാർമല സ്കൂളിലെ അധ്യാപകർ. ആ കുട്ടികളെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ഒരു വർഷക്കാലം അവർ മുന്നോട്ട് പോയത്. എന്തായാലും അധ്യാപകർ ഞങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ ഇന്ന് ഒരു അനുസ്മരണത്തിൻ്റെ ദിനം കൂടിയാണ്. പക്ഷേ കഴിഞ്ഞുപോയ ഒരു കാലത്തെക്കുറിച്ച്, ഇതുവരെ എങ്ങനെയാണ് കുട്ടികളെ ഒരു പരീക്ഷയിലേക്ക് അഭിമുഖീകരിക്കാനും അതുപോലെ ഉന്നത വിജയം കൈവരിച്ചവരാണ് കുട്ടികൾ, അവരെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മാറ്റിയെടുത്തത്, അതിനുള്ളൊരു പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിക്കാവോ ഞങ്ങളോട്? ഞങ്ങളെ ഒരുപാട് പേര് നമ്മളെ ചേർത്ത് നിർത്തിയല്ലോ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ ഒരു സംരക്ഷണം, കരുതൽ, കൈത്താങ്ങ് എല്ലാം ഞങ്ങൾക്ക് ഒരു കരുത്ത് നൽകി. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആ ഒരു സമയത്ത് നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു മാസക്കാലത്തോളവും നമ്മുടെ മേപ്പാടിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൗൺസിലിങ്ങുകളും ഒക്കെ തന്നത്. ആദ്യം അധ്യാപകർക്കാണ് കൗൺസിലിംഗ് തന്നത്, പിന്നീട് കുട്ടികൾക്കും ഒക്കെ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലും അദ്ദേഹത്തിൻ്റെ പലവട്ടം ഇപ്പോഴും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോണിൽ വിളിച്ച് നമ്മുടെ കാര്യങ്ങളും എല്ലാം അദ്ദേഹം നേരിൽ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ അതിജീവനത്തിൻ്റെ ഒരു കരുത്ത്. അദ്ദേഹം നൽകുന്ന ഒരു കരുതലും കരുത്തും എല്ലാം നമ്മളെ ഒരു പുതിയൊരു ജീവിതത്തിലേക്കും പുതിയ പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുപോകും. പിന്നെ ടീം വർക്ക്, അധ്യാപകരുടെ ഒരു ടീം വർക്ക്, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ദിവസം അത് ഏത് രീതിയിലാണ് ഒരു അനുസ്മരണ പരിപാടിയായി സംഘടിപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെ എത്തുന്നത്? ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഒന്ന് അവിടെ എത്തുക, ഒരു സ്മരണാഞ്ജലി അർപ്പിച്ച് തിരിച്ചു പോരുക. ഇന്നിപ്പോൾ സ്കൂളുണ്ടല്ലോ, അപ്പോൾ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെല്ലാവരും തിരിച്ച് സ്കൂളിലോട്ട് പോരും. കർത്തവ്യനിരതരാണ് ഇന്നും. ഇന്ന് ഏകദേശം 9 മണിയോടുകൂടി സ്കൂൾ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ തന്നെ തിരിച്ചു പോകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ആ സമയത്ത് മാത്രം ഒരു 7 മണിക്ക് മുമ്പായി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ആ കുട്ടികളെ, ആ കുരുന്നുകളെ അത്രയേറെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന അധ്യാപകരാണ്. അവരുടെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന, ദൈനംദിന ജീവിതത്തിലടക്കം ഇടപെട്ടിരുന്ന അധ്യാപകരാണ് നമ്മുടെ കൂടെയുള്ളത്. അവരിപ്പോൾ ഒരു 2 മണിക്കൂർ നേരം ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി, ആ കുട്ടികളെ അനുസ്മരിക്കാൻ വേണ്ടി പോവുകയാണ്. വെള്ളാർമല സ്കൂളിലേക്കുള്ള ആദ്യത്തെ KSRTC ബസ്സാണിത്.
നമുക്ക് മറ്റുള്ള ആളുകളോട് കൂടി ഒന്ന് മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് മാഷ് പറയാനുള്ളത് ആ കുട്ടികളെക്കുറിച്ച്? എന്താ പറയുക, അന്നത്തെ ഒരു എങ്ങനെയാണ് മാഷ് അറിയുന്നത് ഈ ഒരു സംഭവം? എവിടെയാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത്? ഞാനന്ന് പ്രളയം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിരുന്നു. സാറ് നാട്ടിൽ പോയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയിരുന്നു, മേപ്പാടിയിലേക്ക് തന്നെ മാറിയിരുന്നു. ഞാനന്ന് രാത്രി പ്രളയം നടന്ന അപ്പം തന്നെ ഞങ്ങൾ കുട്ടികളെ വിളിച്ചറിയിക്കുകയാണ് ചെയ്തത്. സാറേ, ഞങ്ങൾ പ്രളയം നടന്നിട്ടുണ്ട്, ഭയങ്കര ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്, ഞങ്ങളൊരു വലിയൊരു റിസോർട്ടിനകത്തോട്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് മാറിയിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ സുരക്ഷിതരായിട്ട് തന്നെ ഇരിക്കുക, സഹായങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്കും ആളുകളൊക്കെ എത്തുമ്പോഴത്തേക്കും എല്ലാവരും ഉടനെ നിങ്ങളുടെ സഹായത്തിനായിട്ട് എല്ലാവരും വരുമെന്ന് ഞങ്ങൾ അവരെ അറിയിക്കുകയാണ് ചെയ്തത്. പേടിക്കാതിരിക്കുക, ഭയപ്പെടാതിരിക്കുക എന്നാണ് ഞങ്ങൾ അവരെ അറിയിച്ചത്. ഒരു 1:45-2 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു രാത്രി തന്നെ. ഇന്നത്തെ ഒരു ദിവസം എന്തായാലും ആ ഒരു ദുരന്തത്തിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുള്ള ഒരു ദിവസമാണല്ലോ. ഇന്ന് സ്കൂളിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ എത്തുന്നു. എല്ലാ അധ്യാപകരും ഉണ്ടോ? എല്ലാ അധ്യാപകരും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നു ജൂലൈ 30-ന് ഇങ്ങനൊരു അവിടെ കുട്ടികൾ എല്ലാവരും കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു സ്മരണാഞ്ജലി എന്ന രീതിയിൽ ചെറിയൊരു അവിടെ ചെല്ലുക, ഒരു പുഷ്പങ്ങൾ അർപ്പിക്കുക, തിരിച്ചു പോരുക എന്നുള്ളൊരു കാര്യം മാത്രമേ ആസൂത്രണം ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല.